ആരാധനയ്ക്ക് പ്രത്യേക പ്രോട്ടോകോളുകളില്ല. आराधना के लिए प्रत्येक कोई विषय नहीं है. ആരാധിക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയും ദൈവസന്നിധിയിൽ അവരുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ തയ്യാറാകണം. जो भी परमेश्वर की संगति में आते हैं वे अपने हृदय को पूर्ण रीति से संपूर्ण रीति से परमेश्वर को. അതിനെ രാജാവെന്നോ ഉയർന്ന വ്യക്തിയെന്നോ താഴ്ന്ന വ്യക്തിയെന്നോ ചെറിയ വ്യക്തിയെന്നോ യാതൊരു വ്യത്യാസവുമില്ല. इसके लिए ना कोई राजा ना कोई बड़ा ना कोई छोटा ऐसा कुछ भी नहीं है परमेश्वर. ഭാഷയെന്നോ സമൂഹമെന്നോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല. ना कोई भाषा ना समूह की कोई भी भेदभाव नहीं है. ആര് ഹൃദയം തുറന്ന് ദൈവത്തോട് ഇടപെടുമോ അവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. जो परमेश्वर के समूह का आकर अपने मन खोलकर उससे बात करता है उसके लिए सब कुछ किया जाता है. ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിക്കും നാം ഒത്തിരി നീതിവാദികളാണ്. लेकिन ऐसा होता है कभी हम सोचते हैं कि हम लोग कभी नीतिवाद ही हो. എന്നാൽ ഒരിക്കലും നമ്മളെക്കാൾ ശ്രേഷ്ഠരല്ല മറ്റു പലരെന്നും ചിന്തിക്കുന്ന ഒത്തിരി പേരുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. हम लोग ऐसा सोचते हैं कि हमसे कोई बड़ा नहीं है. എന്നാൽ നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. लेकिन परमेश्वर हमें अच्छी तरह जानता है. ദൈവം എന്നെ കാണുമ്പോൾ जब हमें परमेश्वर देखता है എന്റെ പുറമേ ഉള്ള അവസ്ഥയല്ല നോക്കുന്നത്. मेरी जो बाहरी जो वो है वो नहीं देखता है. മനുഷ്യൻ നോക്കുന്നത് सिर्फ मनुष्य जो देखता है പുറമേ ഉള്ള അവസ്ഥയാണ്. हमारे बाह्य चिंताओं को देखता है. നമ്മുടെ പല നിലവാരങ്ങളെ മനുഷ്യൻ നോക്കുന്നു. हमारे बहुत सारे भेदभाव को जो मनुष्य वो देखते हैं. നല്ല ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ, अगर अच्छा वस्त्र पहना है, നല്ല കളർ ഉണ്ടെങ്കിൽ, अच्छा कलर है, നല്ല രീതിയിൽ നാം നമ്മളെ തന്നെ മോഡേൺ ചെയ്യുകയാണെങ്കിൽ क्या हम अपने आप को अच्छी तरह से सजाए हुए हैं. ആൾക്കാർ പറയും ഇവൻ നല്ലൊരു വ്യക്തിയാണെന്ന്. मनुष्य ऐसे बोलता है कि वो बहुत अच्छा व्यक्ति है. ചിലപ്പോൾ പലപ്പോഴും അവര് വാ തുറന്നെങ്കിലേ അറിയത്തുള്ളൂ അവരെത്ര കഴിവുകെട്ടവരാണെന്ന്. जब वो मुंह खोलते तभी हमको पता चलता है कि वो कितना बुरा व्यक्ति है. എന്നാൽ ദൈവസന്നിധിയിൽ അങ്ങനെയുള്ള വകഭേദങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. लेकिन परमेश्वर की संगति में ऐसा कोई भेदभाव नहीं है. ആരാത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകുമോ അവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്നത്. जो आत्मार्थता से परमेश्वर के सामने जो रोता है उसके लिए परमेश्वर निकल के. ഒരിക്കൽ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ തുള്ളി ചാടി ദൈവസന്നിധിയിൽ പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. एक बार परमेश्वर की संगति में दानियल जो है वो बहुत संतोष होकर नाचने गाने लगा. കണ്ടു നിന്നവർക്കൊക്കെ ഇത് അസഹ്യമായിട്ട് തോന്നിയത്. जो देख के खड़े थे उनको बहुत आश्चर्य हुआ. ചിലരൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചു. कुछ लोग उसको बहुत बुरी तरह से बोलने लगे. ചിലർ പറഞ്ഞു कोई बोला നീ ഒരു രാജാവാണ്, तू एक राजा है, നിനക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, तू ऐसा नहीं कर सकता. നിന്റെ ജീവിതത്തിനൊരു നിലവാരമുണ്ട്. तेरे जीवन में एक तेरी जो महत्वपूर्णता है. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. हम ऐसे जानते हैं. ദാവീദിന്റെ ചിന്താഗതി ഞാനിങ്ങനെ എന്റെ ചിന്തയിൽ ഞാനിങ്ങനെ പറയുകയാണ്. दावीद को जो चिंता है वो मेरे चिंता में मैं ऐसे लेता हूँ. അവൻ പറയുന്നത് उसने ऐसे बोला, എന്നെ ആടുകളെ മേയിച്ചിരുന്ന വനാന്തരങ്ങളിൽ നിന്ന് അഭിഷേകം ചെയ്ത് എന്നെ ഇത്ര ഉന്നതനാക്കിയ ദൈവത്തെ ഞാൻ ഇതിലും അധികം ആരാധിക്കും. मुझे परमेश्वर ने चरवाहा में से निकाल कर उसने मुझे अभिषेक किया इसलिए मैं इससे भी ज्यादा मैं नाचूंगा. ഇന്ന് പകലിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, आज सुबह जो भी यहाँ पे आए मैं उनसे बोलना ചെറുതും വലുതുമാകുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നത്. छोटी बड़ी बहुत सारी अवस्थाओं से हम निकले हैं. ഒരുപക്ഷെ നാം ചിന്തിക്കുന്ന പലയിടത്തും നല്ല നന്മകൾ നമുക്കുണ്ടാകാം. बहुत सी चिंताएं हम ऐसे सोचते हैं कि उसमें जो हमारी अच्छाई होगी. ചില സ്ഥലങ്ങളിൽ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വിഭിന്നമായി ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ടാകാം. किसी जगह हमारे लिए बहुत सारे कष्ट और दुख होंगे. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, लेकिन सुबह मैं ऐसे बोलना चाहता हूँ, കഷ്ടങ്ങൾ വന്നാലും സുഖങ്ങൾ വന്നാലും നിരാശകൾ വന്നാലും चाहे कष्ट आए सुख आए और निराशा आए, എന്തു തന്നെയായിരുന്നാലും ദൈവത്തെ ആരാധിപ്പാൻ ഒരുവൻ തയ്യാറായാൽ और किसी में परमेश्वर की संगति में अगर हम घुटने टेकें നിന്നെ तो ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് ഉയർത്തി കൂടിയിരുത്തുന്ന ദൈവം എന്നെയും നിങ്ങളെയും സഹായിപ്പാൻ സർവശക്തൻ തന്നെയാണ്. दरिद्रता से तुझे उठाकर परमेश्वर तुझे ऊंचाई में बिठाएगा. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഏതൊരു ദൈവവൈതലോ जो भी परमेश्वर की संगति में आते हैं देव ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ദൈവത്തെ കാണുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവനാമത്തിന് മഹത്വം കരേറ്റുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലായിരിക്കണം. परमेश्वर को सच्चाई से आराधना करने के लिए हम संगति में आना चाहिए. ചെറിയ കൂട്ടമോ വലിയ കൂട്ടമോ എന്നുള്ള പ്രസക്തിയല്ല. बड़ी और छोटी संगति नहीं. ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ പകരാൻ, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകരാൻ നമ്മൾ തയ്യാറാകണം. हमारे हृदय को हमारे मन को परमेश्वर की संगति में हमें खोल के रखना चाहिए. ഹന്ന എന്ന് പറയുന്ന വ്യക്തിത്വം हन्ना एक ऐसी व्यक्ति थी ദൈവസന്നിധിയിൽ
परमेश्वर की ആരാധനാലയത്തിൽ സ്ഥിരം കടന്നു വരുമായിരുന്നു. परमेश्वर की संगति में रोजाना आती थी. പല സമയങ്ങളിലും അവൾ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. बहुत टाइम वो अकेले ही आती थी. എന്നാൽ ഒറ്റയ്ക്കായിരുന്നപ്പോഴും लेकिन जब वो अकेली थी, പല സമയങ്ങൾ അവൾക്ക് പ്രതികൂലങ്ങൾ വന്നപ്പോഴും बहुत सारी समय में उसको जब प्रतिकूल आए, പലരും അവളെ കളിയാക്കിയപ്പോഴും बहुत व्यक्तियों ने उसको चिढ़ाया, അവൾ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടേയിരുന്നു. लेकिन उस वक्त परमेश्वर की संगति में उसने अपने मन को खोल के रखा. അതിന്റെ പരിണിത ഫലം എന്താണെന്നറിയാമോ? उसका जो प्रतिफल ये था, ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ बहुत कुछ दिनों के बाद അവളുടെ പ്രാർത്ഥനയുടെ മറുപടി അവൾ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ചു. परमेश्वर की उसकी संगति में उसकी जो प्रार्थना थी उसके विषय में परमेश्वर ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ बहुत सालों के बाद में അവളുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി അവൾ ദൈവാലയത്തിൽ വരാൻ തുടങ്ങി. परमेश्वर ने जो उसकी प्रार्थना की जो उत्तर दी उससे लेकर परमेश्वर की संगति में आने അപ്പോൾ ആരാധന എന്ന് പറയുന്നത് इसलिए आराधना का मतलब വ്യക്തിപരമാണ്. व्यक्तिपर है. അവൾ ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ പകർന്നു. उसने परमेश्वर की संगति में हृदय को खोला. അവളുടെ സങ്കടം ദൈവത്തോട് ബോധിപ്പിച്ചു. उसने अपने सारे दुखों को परमेश्वर के सामने ദൈവം അവൾക്ക് മറുപടി അയച്ചു. परमेश्वर ने उसको उत्तर दिया. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, सुबह में जो भी यहाँ पे आए हैं अपने बच्चों को, നമ്മളുടെ ആവശ്യം എന്തുമാകട്ടെ, हमारे जो भी आग्रह है, നമ്മുടെ പ്രശ്നം എന്തുമാകട്ടെ, जो भी मेरी चिंताएं हैं, നമ്മുടെ കഷ്ടം എന്തുമാകട്ടെ, चाहे जो भी हमारे कष्ट, ദൈവസന്നിധിയിൽ നമ്മൾ ഹൃദയങ്ങളെ പകരാൻ തയ്യാറായാൽ, परमेश्वर के सम्मुख हम अपने अगर हृदय को रखें तो, ദൈവത്തോട് ഇന്ററാക്ട് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ, परमेश्वर से बातचीत हो तो തീർച്ചയായിട്ടും നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. तेरे सारे विषय में परमेश्वर का अनुग्रह तेरे साथ रहे. ചിലപ്പോൾ നാം ചിന്തിക്കുന്നത് പോലെയുള്ള മറുപടികൾ ആകണമെന്നില്ല ദൈവം നമുക്ക് തരുന്നത്. उस समय ऐसा नहीं कि हम जो चाहते हैं वो ही हो. ചില സമയങ്ങളിൽ कुछ समय നമ്മുടെ മറുപടികൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. परमेश्वर जो चाहता है वो ही हमारे जीवन में होगा. ചില സമയങ്ങളിൽ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മറുപടികൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. कुछ समय में जो परमेश्वर चाहता है वो ही हमारे जीवन में होता है. അതൊരു പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. शायद वो हमें अच्छा नहीं लगे, എന്നാൽ ഇന്ന് പകൽക്കാലം പറ, लेकिन इस समय ദൈവമേ നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മറുപടി എന്റെ ജീവിതത്തിൽ വരണം. परमेश्वर जो तुम चाहते हैं वो ही मेरे जीवन में हो. എന്റെ ഫ്യൂച്ചറിനോടുള്ള ബന്ധത്തിൽ, मेरे जो भविष्य है, എന്റെ ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ, मेरे जो जीवन है, എന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, मेरे जो फैमिली है, എന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, मेरे बच्चों के लिए, എന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും मेरे जीवन में सारी ദൈവം अवस्थाओं ആഗ്രഹിക്കുന്നത് പോലെ ഒരു മറുപടി എനിക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കണം. परमेश्वर की इच्छा से ही वो मेरे जीवन में हो. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാമോ? इस सुबह तुम ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു മറുപടി ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കുക. परमेश्वर चाहता है उसी की इच्छा से हमारे जीवन में. അതിനുവേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. इसलिए मैं सुबह परमेश्वर की संगति में अपने आप, അതിനുവേണ്ടി സ്വർഗം തുറക്കേണ്ടുന്നത് ആവശ്യമുണ്ട്. इसलिए स्वर्ग जो है खुलना जरूरी है. ഒത്തിരി കാര്യങ്ങൾ സ്വർഗം തുറക്കുവാൻ വേണ്ടി നാം ചെയ്യേണ്ടുന്നതുണ്ട്. बहुत सारी चीजें ऐसी हैं जो स्वर्ग खोलकर हमें आने എന്നാൽ ചില നിമിഷങ്ങൾ ഞാൻ ഈ സ്വർഗം നമുക്ക് എങ്ങനെ തുറക്കുവാൻ കഴിയുമെന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. इसलिए कुछ समय के लिए मैं ऐसा वचन बोलना चाहता हूँ जो स्वर्ग खोले. പ്രാരംഭത്തിൽ യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. सबसे पहले यशायाह ചാപ്റ്റർ 60 വേർഡ്സ് 1 to 3. verse 23. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകണം. परमेश्वर का जो प्रकाश है वो तुम पर प्रकाशित हो. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? इसलिए हमें क्या करना चाहिए? ദൈവവചനം ഇങ്ങനെ പറയുന്നേ, परमेश्वर का वाक्य, എനിക്ക് മനസ്സലിവ് തോന്നണമെന്നുള്ളവനോട് ഞാൻ മനസ്സലിവ് കാണിക്കുന്നു. मुझे जिस पर मनस्ताप होना है उस पर मेरा मन, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കുന്നു. जिस पर मुझे करना होना है उस पर मैं करना. അതിന് നമ്മൾ എന്ത് ചെയ്യണം? इसलिए हमें क्या करना चाहिए? ഉറങ്ങിയും ക്ഷീണിച്ചും മടുത്തും പരാജയപ്പെട്ടും ഇരിക്കുകയല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. हमें ना तो सोकर ना पराजित होकर बैठना चाहिए. നാം എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തയ്യാറാകണം. हमें उठकर प्रकाशमान होना चाहिए. പ്രകാശം നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയണമെങ്കിൽ हम जब प्रकाश हमसे निकले, നാം തന്നെ തയ്യാറാകണം. इसलिए हमें खुद को तैयार करना. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നല്ല കഴിവുള്ള വ്യക്തികളാണ്. जो भी यहाँ बैठे हैं सब बहुत अच्छे പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ മടിയാണ്, इसलिए लेकिन हमें प्रार्थना करना बहुत कठिन, സാക്ഷി പറയാൻ മടിയാണ്, हमें
साक्षी बोलना बहुत कठिन है। ആരാധിക്കാൻ മടിയാണ്, आराधना करने में हमें अच्छा इच्छा नहीं है। ദൈവത്തെ സ്തുതിക്കാൻ മടിയാണ്. परमेश्वर को स्तुति करने में हम बहुत आलसी हैं। എന്റെ വിശ്വാസത്തിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും. मेरे जितने भी विश्वासी वो सब कर सकते हैं। പിന്നെന്താ കാരണം എന്നറിയാമോ? लेकिन कारण क्या है? എന്താ കാരണം? क्या कारण है मालूम है? നമ്മൾ ദൈവത്തെക്കാൾ വലുതായി हम परमेश्वर से भी ऊंचा बढ़कर നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുക. हम अपने पास जो बैठे उसे देखते हैं। അവരെന്ത് വിചാരിക്കും, वो क्या सोचेंगे, അവരെന്ത് ചിന്തിക്കും? वो क्या चिंता करेंगे। എന്റെ പ്രാർത്ഥന കഴിയുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നാൽ അവരെ നോക്കി ചിരിക്കുമോ? क्या मेरी प्रार्थना में जो कोई गलतियां हैं तो वो मुझे देखकर हंसेंगे। അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? इसलिए हमें क्या नहीं हो रहा है, ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യാൻ പറ്റത്തില്ല. जो भी करना चाहिए वो नहीं हो पा रहा है। പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. बहुत टाइम हम जो है वो पराजित हो रहे എന്നാൽ हैं। ഒരു കാര്യം ഞാൻ ദൈവസന്നിധിയിൽ പറയട്ടെ, लेकिन एक बात मैं परमेश्वर ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ, परमेश्वर की स्तुति करने में, കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ परमेश्वर की आराधना करने में നാം മനുഷ്യനെ നോക്കേണ്ട. हम मनुष्य को नहीं देखना चाहिए। മനുഷ്യൻ ഇന്ന് പറഞ്ഞിട്ട് അതങ്ങ് മറന്നു പോകും. मनुष्य आज बोलकर भूल जाएंगे। എന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ കാണുന്നുണ്ട്. स्वर्ग में जो परमेश्वर है वो तुम्हें देख रहा നിന്റെ है। വിശ്വസ്തതയെ സ്വർഗം കാണുന്നുണ്ട്. हमारी विश्वस्तता परमेश्वर देख रहा है। കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വാചകമുണ്ട്. पिछले दिनों में जब मैं उपदेश सुन रहा था तब मुझे कुछ बातें ऐसी നീ चिंता हुई। നീ മറ്റുള്ളവർക്ക് തണല് കൊടുക്കുന്ന വ്യക്തിയാകണം. तुम हमेशा दूसरों को जो छाव देने वाले व्यक्ति हो। അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞിങ്ങനാണ്, उसमें एक देवदास ने ऐसे बोला, നീ മറ്റുള്ളവർക്ക് തണല് കൊടുക്കണമെങ്കിൽ तुम अगर दूसरों को छाव देने वाले हो നീ വെയിൽ കൊള്ളേണ്ടി വരും. तो तुम जो हो धूप तुम्हें लेना पड़ेगा। നീ വെയിൽ കൊള്ളാതെ മറ്റുള്ളവർക്ക് തണല് കൊടുക്കാൻ പറ്റത്തില്ല. बिना तुम धूप में रहे दूसरों को छाव नहीं दे सकते। നീ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയത്തില്ല. तुम्हारे जीवन में कुछ जो चिंताएं ना होकर तुम दूसरे की चिंताओं को ना सुलझा नहीं सकते। നീ നിന്നയോ അപമാനമോ സഹിക്കാതെ മറ്റുള്ളവരെ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാൻ കഴിയത്തില്ല. तुम जो निंदा को ना सहकर दूसरों की निंदाओं को नहीं सुलझा सकते। ചില സമയങ്ങളിൽ നാം മറ്റുള്ളവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി വളരെ പീഡകളും കഷ്ടങ്ങളും നാം സഹിക്കേണ്ടി വരും. कुछ लोगों के लिए हमको बहुत सारी पीड़ाएं सहनी पड़ेगी। എന്നാൽ മറ്റുള്ളവർക്ക് നീ തണലാകണമെങ്കിൽ നീ ഒരുപക്ഷെ ഹല്ലേലൂയ വെയിലെ കൊള്ളുന്ന ഒരു വ്യക്തിയായി മാറേണ്ടി വരുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി. अगर तुम दूसरों के लिए छाव बनना चाहते हो तो तुम धूप में खड़े ही रहने पड़ेगा। അതല്ല എന്റെ വിഷയം. लेकिन मेरा സ്വർഗം തുറക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? स्वर्ग जो खोलने के लिए हम क्या करना चाहिए? ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. बहुत सारी बातें परमेश्वर के वाक्य में है। ഒന്നാമത് സ്വർഗം തുറക്കാൻ നാം എന്ത് ചെയ്യണം? सबसे पहला परमेश्वर के स्वर्ग को खोलने के लिए क्या करना चाहिए? കീപ് അവർ പ്രയോറിറ്റി റൈറ്റ് വിത്ത് ഗോഡ്. परमेश्वर के सम्मुख हमें जो प्रायोरिटी बना के रखना। ദൈവവുമായിട്ട് നമ്മുടെ പ്രാധാന്യം നല്ല നിലവാരത്തിൽ നാം പുലർത്താൻ തയ്യാറാകണം. परमेश्वर के साथ जो संगति हमारी है वो बहुत अच्छी तरह जानी चाहिए। പലപ്പോഴും നമ്മളുടെ പ്രാധാന്യം എന്നുള്ളത് हमारी जो प्राधान्यता है ആരാധനയ്ക്ക് കടന്നു വരുമ്പോ हम लोग जब आराधना में आते हैं മനുഷ്യരെ കാണാനും കാണിക്കാനും വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും मनुष्य को दिखाने के लिए आते हैं। പാസ്റ്റർ എന്ത് പറയും? परमेश्वर का दास क्या बोलेगा? ചിലരൊക്കെ നിങ്ങൾ എന്തിനാ ആരാധനയ്ക്ക് പോയേ? कुछ तो लोग पूछते हैं क्यों गए हो तुम्हारे? ചിലര് കാര്യസാധ്യത്തിന് വേണ്ടി ആരാധനയ്ക്ക് പോകുന്നത്. कुछ कार्य जो होने के लिए हम परमेश्वर के सम्मुख ചിലര് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആരാധനയ്ക്ക് പോകുന്നത്. परमेश्वर को प्रसन्नता देने के लिए आते हैं। ചിലര് മറ്റ് ബിസിനസ് കാര്യങ്ങൾ നടത്താൻ വേണ്ടി ആരാധനയ്ക്ക് പോകുന്നത്. कोई बिजनेस होने के लिए परमेश्वर के सम्मुख आते हैं। വലിയ വലിയ ചർച്ചകളിലൊക്കെ പോകുന്ന പലരെ കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ बड़े बड़े चर्च में जो जाते हैं उनके बात में बोलूं। ഒരിക്കൽ ഒരു കേറ്ററിംഗ് നടത്തുന്ന വ്യക്തിയുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. एक बार जो कैटरिंग चलाता है उससे मेरी बात हुई। ആ വ്യക്തി എന്നോട് പറഞ്ഞു, वो बोल रहा था ഞങ്ങളുടെ ചർച്ച് ഭയങ്കര വലിയ ചർച്ചാണ്. मेरा चर्च बहुत बड़ा है। ഒരു വലിയ കൂട്ടം ആൾക്കാർ അവിടെ വരുന്നുണ്ട്. बहुत सारे जन वहाँ आते हैं। പക്ഷെ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല. लेकिन कुछ गुण नहीं है। നല്ല പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ പോയി ചുമ്മാതെ പുറകെ പോയി നിന്നിട്ട് പോരും. बहुत अच्छी आराधना होती है लेकिन मैं वहाँ पीछे खड़े होकर वापस आ जाता അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെന്തിനാ നീ അവിടെ പോകുന്നേ? हूँ। तब मैंने पूछा तो तुम क्यों जाते हो? അദ്ദേഹം എന്നോട് പറഞ്ഞു, तो उसने मुझसे बोला എന്റെ ബിസിനസ് നടക്കും. मेरा बिजनेस चलता है वहाँ। അപ്പൊ നിന്റെ ആരാധന എന്തിനു വേണ്ടിയാ പോയെ? तेरी आराधना जो है तू क्यों गया वहाँ पे? ബിസിനസ് നടക്കാൻ വേണ്ടി. बिजनेस चलाने के लिए। വലിയൊരു കൂട്ടം ആൾക്കാരുള്ളതുകൊണ്ട് बहुत बड़ी जो जनसंख्या वहाँ आती है। ഒരു വർഷത്തിൽ 50 കല്യാണമെങ്കിലും നടക്കും. एक साल में करीब 50 शादियाँ वहाँ होती है। അതിന്റെ കേറ്ററിംഗ് കൂടെ എനിക്ക് കിട്ടും. उसका सारा कैटरिंग मुझे मिलता है। കുറെ വീട്ടു പ്രാർത്ഥനകൾ നടക്കും. बहुत सारे जो भवन की जो सबके लोगों के जो प्रार्थना അതിന്റെ ചെറുതും വലുതുമായ ഓർഡറുകൾ എനിക്ക് കിട്ടും. उसकी जो छोटी मोटी सारी कैटरिंग मुझे കുറെ വീട് കയറി കുറെ മറ്റങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. बहुत सारी बातें वहाँ होती है। അതിന്റെ എല്ലാം
പ്രയോറിറ്റീസ് എനിക്ക് കിട്ടും. उसके सब प्रायोरिटीज मुझे मिलता है. ഞാൻ പാസ്റ്ററോട് ഇച്ചിരി അടുപ്പത്ത് നിൽക്കുകയാണ്. इसलिए मैं परमेश्वर के दास से कुछ ज्यादा ही करीब हूँ. അപ്പൊ പാസ്റ്റർ എന്ത് ചെയ്യും? എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. इसलिए परमेश्वर के दास मुझे इंट्रोड्यूस करते നമ്മുടെ ഒരാൾക്കെ കൊടുക്കാവൂ, പുറത്തു നിന്നുള്ളവർക്ക് കൊടുക്കരുത്. हैं. अपने जो लोग हैं उसी को कैटरिंग देना, बाहर के किसी को मत देना. ചുരുക്കത്തിൽ ഇതൊരു ബിസിനസ് അല്ലേ? मैं अगर बोलूँ तो ये एक बिजनेस है. എന്റെ ചിന്താഗതിയിൽ ഒരു ബിസിനസ് ആണ്. मेरे चिंतागति में वो एक बिजनेस है. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഒരു പക്ഷെ നമുക്കും ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ऐसे बोले तो शायद हमें भी कुछ लोगों को पसंद ना പക്ഷേ हो. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇതൊന്നും ആവശ്യമില്ല. लेकिन परमेश्वर को प्रसन्न करने के लिए ये कुछ जरूरत नहीं है. നീ നിന്നെ തന്നെ പാനീയാഗമായി ദൈവസന്നിധിയിൽ അർപ്പിച്ചേ മതിയാകത്തുള്ളൂ. लेकिन इन सब में हम अपने आप को समर्पित करें परमेश्वर को. ഞാൻ എങ്ങനെ ദൈവസന്നിധിയിൽ എന്റെ പ്രയോറിറ്റി നിലനിർത്തി ദൈവത്തെ ഞാൻ ആരാധിക്കുമോ मैं परमेश्वर को कैसे अपनी एक प्रमुख व्यक्ति मानकर जानूं, അതിനനുസരിച്ച് ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കും. उसी रीति से परमेश्वर मेरे लिए प्रसन्न हो. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ബിസിനസ് വേണം, जब हम इस संसार में रहते तो ജോലി വേണം, जो हम काम करते वो जरूरी കുടുംബം है. വേണം, एक फैमिली जरूरी है. നമുക്ക് പണം വേണം, पैसा जरूरी है. എല്ലാം വേണം. सब जरूरी है. പക്ഷെ ഇതെല്ലാം ഉള്ളപ്പോഴും लेकिन सबके बीच में ഇതിനേക്കാൾ എല്ലാം ഉപരിയായി വലുതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. सबसे ऊंचा है परमेश्वर को प्रसन्न करना. ഓ, ഇതിനേക്കാളെല്ലാം വലുതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. सबसे ऊंचा है परमेश्वर को प्रसन्न करना. നമ്മുടെ സോഷ്യൽ മീഡിയയേക്കാൾ വലുതാണ് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. सोशल मीडिया से बड़ा है परमेश्वर को നമ്മുടെ കൂട്ടുകാരേക്കാൾ വലുതാണ് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. हमारे दोस्तों से बड़ा है कि परमेश्वर को നമ്മുടെ സ്നേഹിതരേക്കാൾ വലുതാണ് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. हमारे जो स्नेहितर हैं उनसे भी ज्यादा है कि परमेश्वर ഇതിനു വേണ്ടി നാം ത്യാഗം ചെയ്തേ മതിയാകത്തുള്ളൂ. इसलिए हम परमेश्वर के लिए त्याग करें. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? इसलिए हम परमेश्वर के लिए നമ്മളെ പ്രാധാന്യം ദൈവസന്നിധിയിൽ ഉണ്ടാകണം. हमारी जो प्रसन्नता है वो हमारी जो प्रायोरिटी है वो परमेश्वर ഒരു വാക്യം വായിക്കാം. एक वचन യാക്കോബിന്റെ ലേഖനം याकूब की पत्रिका 4-ാം അധ്യായം 4वां अध्याय അതിന്റെ 3-ാം വാക്യം. उसका 3रा वाक्य. വായിച്ചാട്ടെ. ഞാനതാണ് ഇവിടെ പറഞ്ഞു വന്നത്. നമ്മുടെ ഇഷ്ടത്തിന് കാര്യം നടക്കേണ്ടതിന് നമ്മൾ യാചിക്കരുത് ദൈവത്തോട്. मैं ऐसा बोलता हूँ कि हमारी जो इच्छाएं पूरी हो इसलिए परमेश्वर को प्रसन्न नहीं करना. ഒന്നുകൂടെ ഞാൻ പറയാം. फिर से मैं बोलता हूँ നമ്മളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. हमारी जो इच्छा है वो पूरी हो इसलिए परमेश्वर से प्रार्थना ना ദൈവ ഇഷ്ടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. परमेश्वर की इच्छा पूरी हो यही हो हमारी. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ऐसे हम देखते हैं യേശു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോ परमेश्वर जब प्रार्थना सिखा रहा था പറയുകയാണ്, ऐसा बोला, സ്വർഗസ്ഥനായ പിതാവേ, स्वर्गीय पिता നിന്റെ രാജ്യം വരണമേ, तेरा राज्य आए, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. तेरी इच्छा जैसे स्वर्ग में है वैसे ही तेरी भूमि पर നിന്റെ हो. രാജ്യവും നിന്റെ ഇഷ്ടവും നമ്മുടെ ജീവിതത്തിൽ നടക്കണം. तेरी इच्छा जो है वो हमारे जीवन में हो. ഇന്ന് പകല് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, सुबह में परमेश्वर की संगति परमेश्वर की जनों को ऐसे बोलता हूँ, ദൈവ ഇഷ്ടവും परमेश्वर की जो इच्छा है ദൈവരാജ്യവും परमेश्वर का राज നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ തക്കവണ്ണം നാം ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കണം. हमारे जीवन में हो इसलिए हम अपने आप को समर्पित करें. നമ്മൾ വല്ലാതെ പ്രാർത്ഥിക്കരുത്. हम बहुत ऐसे प्रार्थना नहीं करना. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടപ്പോൾ ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടു. पिछले दिनों मैंने ऐसे एक परमेश्वर के दास से ऐसे सुना, പൗലോസ് ഈ തലമുറയിൽ ഉണ്ടായിരുന്നെങ്കിൽ अगर पौलुस इस संसार में अभी होता ചുമ്മാതെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നേനെ. तो शायद वो ऐसे ही व्यर्थ भवन में बैठना. കാരണം മറ്റുള്ളവരുടെ മുഖം നോക്കിയല്ല പൗലോസ് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. क्योंकि पौलुस दूसरों की व्यक्ति के मुख देख के नहीं परमेश्वर का वचन ഇന്ന് बोलता. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ദൈവവചനം പറഞ്ഞെങ്കിൽ മാത്രമേ ആൾക്കാർ സഭയിൽ വരൂ. इस अभी के जो जीवन में ऐसा होता है कि जो मनुष्य की जो प्रसन्नता दे तो ही परमेश्वर की जन जो है परमेश्वर की എന്ത് തെറ്റിനോടും കോംപ്രമൈസ് ചെയ്തെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടം വരൂ. अगर उनकी गलतियों के लिए हम सही बोले तो ही वो लोग जो हैं वो परमेश्वर की संगति. അങ്ങനെ നമ്മൾ ചെയ്താൽ अगर हम ऐसा ഒരു करें പക്ഷേ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കഴിയും. शायद मनुष्य को प्रसन्नता दे सकते हैं. മനുഷ്യൻ നമ്മളെ നോക്കി ചിരിക്കും, നല്ലതാന്ന് പറയും. मनुष्य हमें देखकर अच्छा है बोलेगा, പക്ഷെ നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാകണം. लेकिन हमारा जीवन परमेश्वर की प्रसन्नता देनी है. അതിന് നമ്മുടെ പ്രാധാന്യം ദൈവരാജ്യമായിരിക്കണം. इसलिए हमारा जो प्राधान्यता है वो परमेश्वर का राज्य हो. രണ്ടാമതായി दूसरी बात, നമ്മള് രണ്ട് മനസ്സുള്ളവരാകരുത്. हम दो मन के ना हो. ഡു നോട്ട് ബി ഡബിൾ മൈൻഡഡ്. हम दो मन के ना हो. നമ്മള് അങ്ങനെ ഇരു മനസ്സുള്ളവനായി തീർന്നാൽ हम दो मन के हो तो ഒരുപക്ഷെ ആത്മീക കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല. शायद आत्मिक जीवन के लिए हमें प्राधान्य देना नहीं. ദൈവം ഇങ്ങനെ പറയുന്നേ, परमेश्वर का ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലെല്ലാം അസ്ഥിരനായിരിക്കും. दो
दो हृदय वाले व्यक्ति परमेश्वर के सम्मुख नहीं ഇന്ന് आए। പകലിൽ പറയാമോ, इस सुबह में ഞാൻ ഇരുമനസ്സുള്ള വ്യക്തിയാകത്തില്ല, ആരാധനയിൽ എന്റെ പ്രാധാന്യം ദൈവം മാത്രമായിരിക്കും. मैं दो हृदय वाला व्यक्ति नहीं, परमेश्वर के सम्मुख मैं हमेशा अपने आप को समर्पित हूं। ഭൗതിക കാര്യം വരുമ്പോൾ अगर भौतिक जीवन में നമ്മുടെ കുടുംബവും നമ്മുടെ പിൻതലമുറയും നമ്മുടെ അമ്മയും അപ്പനും സഹോദരങ്ങളും എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തു. हमारे माता पिता हमारी जो फैमिली है उसको प्राधान्यता दे सकते हैं, എന്നാൽ लेकिन ആത്മീയ കാര്യം വരുമ്പോൾ ദൈവത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. आत्मिक जीवन में हम परमेश्वर को ही सिर्फ परमेश्वर को ही प्रसन्नता दें। അതിന് പ്രധാനമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരും. उसमें प्रधानिकवाई हमारे जीवन में बहुत सारी बातें നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം हम जब प्रार्थना करते हैं, ചിലത് വേണ്ടാന്ന് വെക്കണം, कुछ हमें नहीं चाहिए ऐसा रखना चाहिए। ചിലതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം. किसी चीजों में हम जो है पूरी रीति से बाहर आए। ഇന്നത്തെ കാലത്ത് മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മൊബൈൽ ഫോൺ. अभी की जो व्यक्तिगत जीवन में सबसे जो बड़ा है वो है मोबाइल फोन। പ്രാർത്ഥനയുടെ ദിവസം രാവിലെ ഞാൻ ഇത്ര സമയം ഞാൻ ഇത് എടുക്കത്തില്ലെന്ന് വെച്ചേ, प्रार्थना के टाइम में इतने टाइम मैं फोन को नहीं छूंगा ऐसा रखना चाहिए। നമ്മളെ വിളിക്കുന്നവരോട് പറഞ്ഞ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 12 മണി വരെ അല്ലെങ്കിൽ 1 മണി വരെ എന്നെ വിളിക്കരുത്, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തിയാണ്, എനിക്ക് സമയമില്ല അതിന്. जो भी हमें फोन करता है उसको बोलो कि मैं शायद संडे को 9 से 1 बजे तक मैं नहीं मिल पाऊंगा, मुझे ना कॉल करें। എന്റെ വാസ്തവം ഒന്ന് ചുമ്മാ ഇരിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. मेरे देवदास ऐसे मत बोलो, അതാണ് നമ്മുടെ ചിന്താഗതി. वो है हमारी चिंता है। നീ ഇങ്ങനെയൊക്കെ ഒന്ന് വേർകൃത്യം ചെയ്ത് നോക്ക്. अगर तुम ऐसे सब करोगे तो എന്നെ 9 മണി മുതൽ 12 മണി വരെ വിളിക്കരുത്. मुझे 9 बजे से 12 बजे तक कॉल मत करना, ആരും വിളിക്കത്തില്ല. कोई नहीं कॉल करेगा। ആ, നമ്മൾ അന്നാണ് ഏറ്റവും കൂടുതൽ പണിക്കാരെയൊക്കെ വിളിക്കുന്നത്. രാവിലെ 9 മണിക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ലതായിരിക്കും. शायद रविवार के दिन ही हम लोगों को टाइम मिलता है कि हम शायद काम वालों को अपने घर बुलाएं। അല്ലെങ്കിൽ നമ്മുടെ ഈ റോഡിൽ കൂടെ പോകുന്ന ആർക്കെങ്കിലും ഈ വഴി പോകുമ്പോൾ ഒരു ചായ കുടിക്കാൻ കയറാൻ വേണ്ടി അവസരം കൊടുക്കുന്ന ആ ദിവസമായിരിക്കും. शायद उसी दिन हम किसी जो अनजान व्यक्ति हैं उनको बुलाकर शायद चाय पिलाएं। എടാ, അവൻ അവന്റെ അവസരത്തിന് അവന്റെ സന്തോഷത്തിന് പോകുന്നവൻ, അവൻ ആ വഴി പൊക്കോട്ടെ. शायद वो व्यक्ति अपनी इच्छाओं के लिए जा रहा होगा, उसको मत बुलाओ। മറ്റു ദിവസങ്ങളിൽ നീ സ്വീകരിച്ചോ, बाकी दिनों उसको बुला सकते പക്ഷെ हो, എന്റെ ആരാധന സമയം ഞാൻ വിട്ടുകളയത്തില്ല. लेकिन मैं अपने आराधना का टाइम जो है उसको छोड़ नहीं सकता। അയ്യോ, അപ്പൊ നമ്മുടെ മനസ്സ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇടിക്കും. तब मेरा हृदय जो ऐसे धड़केगा, എങ്ങനെ ഇടിക്കുന്നേ? जैसे धड़केगा, ഓ, ഇനി അവരെ സ്വീകരിക്കണോ അവരെ വിടണോ? उसको बुलाऊं या उसको छोड़ दूं? അവര് പുറുപുറുക്കുമോ അവര് പിണങ്ങുമോ? शायद वो गुनगुटेगा या छोड़ देगा। ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, मैं शायद ऐसे എന്റെ വല്യപ്പച്ചനൊക്കെ ജീവിച്ചിരുന്ന കാലങ്ങളിൽ मेरे जो बड़े पापा है ഞങ്ങളുടെ വീടുകൾ കുടുംബങ്ങളിലൊക്കെ മറ്റ് സമുദായത്തിലുള്ള പലരും ഉണ്ട്. मेरे जो सामूहिक जो जीवन में वो जो दूसरे लोग हैं, ഏറ്റവും അടുത്ത കുടുംബക്കാർ പല സാമുദായിക സഭകളിലുള്ളവര് ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് കല്യാണങ്ങൾ വെക്കുന്നത്. जो दूसरे जो समुदाय के जो जन है वो शायद 10 बजे के संडे के 10 बजे के शादी रखते हैं। വന്ന് വിളിക്കുമ്പോ കറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ മുഖത്ത് നോക്കി പറയും, जब मुझे बुलाते हैं तब मैं उनके मुंह देखकर बोलती 1 मണി കഴിഞ്ഞേ ഞങ്ങൾ വരത്തുള്ളൂ. हूँ, 1 बजे के बाद ही वहाँ आऊंगा। പലരും പിണങ്ങി വീട്ടിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. शायद कोई लोग मेरे घर से बहुत दुखी होकर जाते हैं। ആ, പിണങ്ങി പോകും. ചില ആ മാസങ്ങളിലേക്ക് ചിലപ്പോ വീട്ടിൽ പോലും വരത്തില്ല. कोई शायद मुझसे दुखी होकर वो कभी कभी मेरे घर पे नहीं അതിനെ आता। ഒന്നും വക വെച്ചിട്ടേ ഇല്ല. लेकिन मैं उनको कभी केयर नहीं करता। പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നേ, जो गाना गाता ലോകം വെറുത്തവരാണ് യേശുവിനോട് ചേർന്നിരുന്ന് ആനന്ദിക്കുന്നത്. जो दुनिया को छोड़कर जो उसको इच्छा की प्रसन्नता ना देकर परमेश्वर के सम्मुख में आते हैं वो परमेश्वर के ലോകത്തിൽ ചിലതിനെ ചില സമയങ്ങളിൽ വേണ്ടാന്ന് വെക്കാൻ നമ്മൾ തയ്യാറാകണം. हम इस लोक में ऐसा चुनना चाहिए कि किसी चीज को कभी हमें ना चाहिए ऐसे करके सोचना ഒഴിഞ്ഞു മാറാൻ നമ്മൾ തയ്യാറാകണം. कभी किसी चीजों से हटकर हम चलना चाहिए। ആ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കരുത്, മറ്റുള്ളവരെ അതിനുവേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യരുത്. जो हम नहीं करते हैं उसको दूसरे को उसके लिए एनकरेज नहीं करना चाहिए। ഇതൊക്കെ ഒരുപക്ഷെ സ്ട്രിക്റ്റ് ആയ കാര്യങ്ങളാണ്, ഇതൊക്കെ അനേകർക്ക് ഇഷ്ടമാണെന്ന് വരത്തില്ല. ये सब बहुत स्ट्रिक्ट है, इसलिए किसी जनों को ये अच्छा नहीं लगेगा। എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചിലത് വേണ്ടാന്ന് വെക്കാൻ നമ്മൾ തയ്യാറാകണം. लेकिन परमेश्वर को प्रशंसा देने के लिए ये सब नहीं चाहिए ऐसे करके सोचना चाहिए। പല പ്രാവശ്യങ്ങളിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ उस टाइम जब हम फ्लाइट में यात्रा ആ ഫ്ലൈറ്റിൽ ഇങ്ങനെ പലതരത്തിലുള്ള മദ്യമൊക്കെ കൊണ്ടുവരും. फ्लाइट में बहुत सारे लिक्कर्स वगैरह आते हैं। ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. जब मैं एमिरेट फ्लाइट में यात्रा कर रहा था അപ്പൊ तो एक व्यक्ति മദ്യം അതുവഴി ഇങ്ങനെ കൊണ്ടുവന്നു. ऐसे लिक्कर लेके जा रहे थे। എന്റെ അടുത്തിരിക്കുന്ന 2 പേരും എന്നോട് പറഞ്ഞു, സാറ് കുടിക്കുന്നില്ലല്ലോ, അത് ഇനി വാങ്ങിച്ചു തരാമോ? मेरे जो पास में बैठे थे उन्होंने मुझसे बोला कि आप नहीं पी रहे तो मुझे लेकर दे दो। ഞാൻ പറഞ്ഞു, ഞാൻ കുടിക്കാത്ത കാര്യം നിന്നെ കുടിപ്പിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. मैंने बोला कि अगर मैं नहीं पी रहा तो तुम भी नहीं पी അപ്പൊ सकते। ഒരുത്തനോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ നഷ്ടം, അവർ ഫ്രീ ആയിട്ട് തരുന്നതല്ലേ. तो
जो व्यक्ति था उसने मुझसे बोला कि तुम्हें क्या नाश हो ഞാൻ रहा പറഞ്ഞു है? എന്റെ പേരിൽ നീ വാങ്ങിക്കണ്ട, मैंने ऐसे बोला मेरे नाम നിനക്ക് से ले ले। രണ്ടാമത് കിട്ടുമെങ്കിൽ നിനക്ക് വാങ്ങിക്കാം. तेरे को अगर दूसरा मिल रहा है तो तू ले ले। ഞാൻ ചെയ്തത് തെറ്റുണ്ടോ? इसमें मेरी गलती है അവൻ क्या? വിചാരിച്ചാണ് ഇവനെ പോലെ പന്നൻ വേറൊരാളില്ലെന്ന്. उसने ऐसे सोचा हो कि इससे दुष्ट लोग दुष्टजन और कोई नहीं होगा। പക്ഷേ ഞാൻ കഴിക്കാത്തത് ഞാൻ മറ്റുള്ളവരെ കഴിക്കാൻ പ്രേരിപ്പിക്കരുത്. लेकिन जो मैं नहीं लेता उसको मैं दूसरे को लेने के लिए प्रेरणा नहीं ആ देता। ഒരു ചെറിയ കാര്യത്തിലെങ്കിലും എനിക്ക് മാതൃക കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ പ്രത്യേകത എന്താണ്? उस छोटी चीज में भी अगर मैं सही से ना चला तो मेरी क्या इच्छा ഇന്ന് പകൽ ദൈവസന്നിധി വരുമ്പോൾ നമ്മുടെ രണ്ട് ഹൃദയമുള്ളവരായി തീരരുത്. है? इसलिए हम परमेश्वर के सम्मुख आते हैं तो दो हृदय वाले ना हो। മൂന്ന്, നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കണം. तीसरी बात यह है कि परमेश्वर के सम्मुख आते हैं तो परमेश्वर के लिए एक अच्छी याग बन के എല്ലാരെയും പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്നാ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം. सबको प्रसन्नित नहीं कर सकते हैं मेरा कहना। ദൈവസന്നിധി കടന്നു വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധി കടന്നു വരണം. परमेश्वर के सम्मुख जब आते हैं तो पूर्ण हृदय से आए। നമ്മൾ ദൈവത്തെ ആരാധിക്കും. എങ്ങനെ ആരാധിക്കണം? जब हम परमेश्वर के सम्मुख आते हैं कैसे आराधना करें? പലരും ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് कोई भी जो कुछ लोग ऐसे हैं जो परमेश्वर के ഉച്ച കഴിഞ്ഞ് അപ്പൻ എന്നെ വിളിക്കും, അപ്പം വിളിക്കുമ്പോൾ ഞാൻ ചർച്ചിൽ പോയില്ലെന്ന് പറഞ്ഞാലോ എന്ന് പ്രയാസപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. कुछ व्यक्ति ऐसे होते हैं जो मेरे पापा अगर फोन करेंगे तो तू आराधना क्यों नहीं गए ऐसे पूछेंगे, इस डर से आते हैं। നമ്മുടെ ചർച്ചിൽ കൂടിക്കൊണ്ടുവന്ന ഒരു വിദ്വാന്റെ ചരിത്രം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. मेरे जो सभा में जो आता था उस व्यक्ति के बारे में ऐसे सोचता ചർച്ചിൽ വരത്തില്ല. वो कभी चर्च नहीं आता। എല്ലാ ദിവസവും അമ്മയെ ഉച്ച കഴിഞ്ഞ് വിളിക്കും. हर संडे को उसकी माँ जो है എന്നിട്ട് അവൻ പറയും, और वो बोलता है പാസ്റ്ററെങ്കിൽ 34 സങ്കീർത്തനമായി എന്ന് പ്രസംഗിച്ചേ. और वो बोलता है कि परमेश्वर ने 35 भजन संहिता पढ़ी है। അമ്മയെ കളിപ്പിക്കും. और अम्मा जो उसकी माँ है उसको झूठ बोलता പാവം അമ്മ വിശ്വസിക്കും. है। बेचारी उसकी माँ उसको विश्वास करती है। പല ആഴ്ചകൾ കഴിഞ്ഞപ്പോ लेकिन कुछ दिनों के बाद ഒരു ദിവസം അപ്പൻ എന്നെ വിളിച്ചു, उसके पापा ने मुझे कॉल പാസ്റ്ററെ എന്റെ പുത്രൻ വരുന്നുണ്ടോ ചർച്ചില്? किया, मेरा बेटा आता है क्या चर्च में? എല്ലാ ആഴ്ചയും അവൻ വിളിച്ചിട്ട് പറയും സങ്കീർത്തനം വായിച്ചതൊക്കെ പാസ്റ്ററുടെ നല്ല മെസ്സേജ് ആയിരുന്നു പറയും. हर हफ्ते वो ऐसे बोलता है कि परमेश्वर के जो दास है उसने बहुत अच्छी संगठन ഞാൻ करी थी। ഞാൻ പറഞ്ഞു എന്റെ അച്ഛാ 6-7 മാസമായി പുള്ളി ചർച്ചിൽ വന്നിട്ട്. मैंने ऐसे कहा कि शायद वो 6-7 महीने हो गए आकर। ഞാൻ പല പ്രാവശ്യം അവന്റെ റൂമിൽ തിരക്കി പോയി, लेकिन मैं उसके बहुत टाइम उसके घर गया, അവനെ കണ്ടിട്ടേ ഇല്ല. उसको देखा ही नहीं। ഇന്നും അവൻ പറഞ്ഞല്ലോ പാസ്റ്ററെ ഈ സങ്കീർത്തനം പാസ്റ്റർ ഇന്നതാ വായിച്ചതെന്ന്. लेकिन उसके पापा ने ऐसे बोला कि आज भी उसने बोला ये वाला ഞാൻ भजन പറഞ്ഞു संहिता पढ़ा അച്ഛാ है। എന്റെ ചർച്ചിൽ വന്നിട്ടില്ല. लेकिन मैंने ऐसे बोला कि मेरे वो चर्च में नहीं आया। അന്ന് തന്നെ പുള്ളി നാട്ടിൽ നിന്ന് വണ്ടിയെ കയറി ഇവിടെ वന്നു. उस दिन ही उसके पापा वहाँ से गाड़ी चढ़कर പിന്നെ आए। നടന്നു പോകുന്നു ഞാൻ പറയുന്നില്ല. फिर मैं ऐसे नहीं बोल ഞാൻ सकता। പറയട്ടെ ദൈവമക്കളെ, मैं आज के दिन परमेश्वर के പലപ്പോഴും लिए- അമ്മയപ്പന്മാരെ നമുക്ക് കളിപ്പിക്കാൻ കഴിയും. कभी कुछ टाइम हम अपने माता पिता को जो है बहका सकते हैं, പക്ഷെ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കണം. लेकिन परमेश्वर के लिए जो प्रसन्न हो वही याग दे। നീ നിന്നെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കണം. हम अपने आप को परमेश्वर के सम्मुख पूर्ण हृदय से समर्पित ആ പുള്ളി എന്തെല്ലാം കുരുക്കിൽ ചെന്ന് പെട്ടെന്നറിയാമോ? वो लड़का जो है बहुत सारी दुष्ट शक्तियों के पीछे गया। പിന്നെ അവസാനം ഞാനും സൂസനും കൂടെ അവന് വേണ്ടി മധ്യസ്ഥത നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ലോക്കൽ ഗാർഡിയനെ പോലെ പല സമയങ്ങളിലും അവനെ എൻകറേജ് ചെയ്ത് എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റേണ്ടി വന്നു. लेकिन मैंने और अपनी बीवी ने ऐसे उसके लिए बहुत कुछ किया है। എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, लेकिन मैं ऐसे बोलता हूँ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നാം തീരണം. परमेश्वर की प्रशंसा करने वाले हो। കൂട്ടുകാര് പിണങ്ങിയാലും चाहे हमारे दोस्त लोग हमसे बिछड़ സ്നേഹിതരെ കിട്ടിയില്ലെങ്കിലും चाहे स्नेहितन ना मिले, സമൂഹം വെറുത്താലും चाहे समूह हमें दूषित करे, സാഹചര്യങ്ങൾ പലതും എതിരായാലും चाहे कुछ भी आए, ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കണം. परमेश्वर के जो प्रशंसा दे वही यत्न करें। നാലാമത്തെ കാര്യം, चौथा बात है सर, ഹാവ് അക്സെപ്റ്റബിൾ ഓഫറിംഗ്. ഹാവ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. परमेश्वर की जो व्यक्तिगतता है वो हम अच्छी तरह जाने। നമുക്ക് ദൈവം ആരെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. परमेश्वर कौन है ये हमें सोचकर हमें आराधना करना चाहिए। സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം ആരെന്ന് ഇന്ന് വരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? क्या परमेश्वर कौन है हम आज तक जान चुके हैं? വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ നമ്മൾ ആരാധിക്കണം. व्यक्तिगत जीवित में हम परमेश्वर कौन है ये जानकर हम परमेश्वर को आराधना ഒരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. एक दास ने ऐसे बोला, അതിനുശേഷം उसके बाद ഒരു ബാലകൻ ഇങ്ങനെ വളരെ ശ്രദ്ധയില്ലാതെ ഇരിക്കുന്നത് കണ്ടു. एक लड़का जो है बिना श्रद्धा के वहाँ बैठा था। അപ്പോൾ ആ ബാലകനോട് ചോദിച്ചു, നീ എന്താടാ
ദൈവം പിതാവാണ്, സ്നേഹിക്കുന്ന ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചു. तब परमेश्वर के दास ने उससे पूछा, तू क्यों ऐसा चुपचाप बैठा है? परमेश्वर जो है बहुत बड़ा काम करने वाला है सोचकर। അന്നേരം ആ പാലകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, तब उस बालक ने ऐसे बोला, അയ്യോ അങ്ങനെ എല്ലാ ദിവസവും കുടിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അടിക്കുന്ന, എൻ്റെ അമ്മയെ അടിക്കുന്ന ഒരു മദ്യപാനിയായ പിതാവാണ് ദൈവമെങ്കിൽ അങ്ങനെ ഒരു പിതാവിനെ സേവിക്കാൻ എനിക്ക് താല്പര്യമില്ല. एक शराब पीने वाले मेरे पिता के जैसे समान मेरे जो माँ को पीटता है, मुझे पीटता है, वैसा पिता है तो मुझे नहीं जरूरत। അപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, तब परमेश्वर के दास ने മകനെ ദൈവം സ്നേഹിക്കുന്നവനാണ്, बेटा जो परमेश्वर है वो प्यार करने ദൈവം वाला है। സൃഷ്ടാവാണ്, परमेश्वर हमारे सृष्टि ദൈവം വീണ്ടെടുപ്പുകാരനാണ്, परमेश्वर हमारे ദൈവം നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായ ദൈവമാണ്. परमेश्वर जितने भी हमारे काम है उसके लिए बहुत നീ बड़ा है। നീ നിന്റെ ലോകത്തിലെ പിതാവുമായി വലിയവനാകുന്ന ദൈവത്തെ കമ്പയർ ചെയ്യരുത്. तेरे जो सांसारिक पिता है उसको तेरी स्वर्गीय ദൈവം സ്നേഹാലുവാണ്, परमेश्वर जो है बहुत प्यार ദൈവം കരുതുന്ന ദൈവമാണ്, परमेश्वर तुझे जो बहुत अच्छी तरह संभाले, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. परमेश्वर अद्भुत करने वाला ഇന്ന് है। പകല് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, इस सुबह परमेश्वर की संगति में आए हुए നമ്മുടെ बच्चों, ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പാൻ ഇടവരണം. हमारे जीवन से परमेश्वर को प्रशंसा करने वाले हो। നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവരായി നാം ജീവിക്കണം. हमारे जीवन परमेश्वर की प्रशंसा करने वाले हो। നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. अगर हम जियो तो परमेश्वर के लिए जिए। ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ സാക്ഷ്യം, നമ്മുടെ അനുഭവം, നമ്മുടെ അവസ്ഥകൾ ദൈവത്തിന് കൊള്ളാവുന്നതാകണം. हम बहुत बड़े साक्षी वाले हो जो परमेश्वर के लिए जीने वाले। ദൈവസന്നിധിയിൽ അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. इसलिए परमेश्वर के सम्मुख हम अपने आप അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുന്നുവെങ്കിൽ अगर हम परमेश्वर के सम्मुख समर्पित होने वाले हो ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായി तो തീരും. परमेश्वर हमें अनुग्रह करेगा। എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവം നിന്നെ കരകയറ്റും. सारे प्रतिसंधि में वो तुम्हारे साथ रहेगा। യേശു പറയുന്നത് ഇങ്ങനെയാണ്, परमेश्वर ऐसा कहता है, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. मैं संसार के अंत तक तुम्हारे साथ रहूंगा। ഇന്ന് പകരം പറയാമോ, सुबह बोल എന്നോട് सकते हो, കൂടെയുള്ള ഒരു വലിയ ദൈവമുണ്ട്. मेरा परमेश्वर सबसे बड़ा है। ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. हम अपने परमेश्वर के सम्मुख अपने आप को रखते ഈ हैं। വചനങ്ങളാൽ ദൈവം നമ്മെ इस അനുഗ്രഹിക്കട്ടെ. वचनों से तुम्हें परमेश्वर अनुग्रह ആമേൻ, करेगा। ആമേൻ.